ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ബോട്ടിലായിട്ട് എന്നാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് എന്താണെന്ന് അറിയണ്ടേ? ഇത് കുറച്ച് പഴയ ഫാൻസി ഐറ്റംസ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് പഴയ മെറ്റലിൻ്റെ ടൈപ്പ് വളയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ കളറൊക്കെ പോയിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് മാല എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് വള എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കമ്മലൊക്കെ ഇങ്ങനെ കളറൊക്കെ പോയിട്ടുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ആ ഒരു മെറ്റലിൻ്റെ ടൈപ്പ് വളയാണ് എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്റ്റോണൊക്കെ പോയിട്ട് ചീത്തായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനൊന്നിങ്ങനെ ഈ ബോട്ടിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലായിരിക്കണം നല്ലത്. കാരണം ആ ഒരു ബാംഗിൾസൊക്കെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു മെറ്റലിൻ്റെ ടൈപ്പ് വള രണ്ടെണ്ണം ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. അപ്പോൾ അവിടെ രണ്ടെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ചെറിയൊരു വളയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഇതുപോലെ തന്നെ രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിലിലെ ബാക്കി രണ്ട് സൈഡിലേക്ക് ഞാൻ മെറ്റലിൻ്റെ വേറൊരു വള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ചെറുതാണ്. അപ്പോൾ അത് രണ്ട് സൈഡിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ വേറൊരു വള എടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ അത് കൊള്ളാൻ തോന്നിയപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ബാംഗിൾസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് മാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു ബീഡ്സൊക്കെ ഒന്നിങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇത് കളറൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു മാലകളൊക്കെയാണ്. അപ്പോൾ അതിൽ ആ ഒരു ബീഡ്സ് ഞാനിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ആ ഒരു ബാംഗിൾസിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാമെന്നായിരുന്നു. പിന്നെ അത്രത്തോളം ബീഡ്സ് ഉണ്ടാവുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അകത്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ 3 മാല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു 4 ടൈപ്പ് സൈസിലുള്ള ബീഡ്സാണ് കിട്ടിയത്. ഭയങ്കര ചെറുതായിട്ടുള്ള കുറച്ചുണ്ട്, പിന്നെ കുറച്ച് വലിയത് കുറച്ചുണ്ട്, പിന്നെ അതിനൊരു ഇടത്തരം ടൈപ്പ് ഇങ്ങനെ ഒരു 2 സൈസിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാടുള്ള ഒരു ടൈപ്പ് ബീഡ്സ് നോക്കിയിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ബാംഗിൾസിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്, ഒരു ഒരേപോലെ ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിൻ്റെ 2 സൈഡിലോട്ടായിട്ട് ഞാൻ ആ ഒരു വൈറ്റ് പിങ്ക് ആ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലുള്ള അത് കുറച്ചും കൂടി ഒരു സൈസ് കൂടിയതാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ടൈപ്പ് ബീഡ്സ് ആണെങ്കിൽ 2 സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒരു ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച നെക്കിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ വെച്ച് നോക്കിയാലെന്ന്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ കൊള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെയും കൂടെ ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ളത് കുറച്ചൊരു വലിയൊരു ടൈപ്പ് ബീഡ്സാണ്, ഒരു 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് ആ ഒരു ബാംഗിൾസിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കല്ലേ, അപ്പോൾ അവിടെ ഒന്നിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 സൈഡിലായിട്ടും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബീഡ്സ് വെച്ചിട്ട്. പിന്നെ അത്രയ്ക്കും ബീഡ്സ് കയ്യിലില്ലാത്തതുകൊണ്ടാണ് ആ ഒരു പരിപാടി പിന്നെ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മെറ്റലിൻ്റെ വളയാണ്. അപ്പോൾ അത് നമുക്കിതിൽ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കി. കാരണം ആ ഒരു മെറ്റലിൻ്റെ വള നല്ലൊരു ഭംഗിയുണ്ട്, ഇങ്ങനെ പിരിച്ച് നമ്മൾ കയറൊക്കെ പിരിച്ച പോലെ നല്ലൊരു ഭംഗിയുള്ളതാണ്. അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കിയായിരുന്നു. ജസ്റ്റ് നമ്മൾ ഈ ജൂട്ടിട്ടൊക്കെ ഇങ്ങനെ റോൾ ചെയ്യുന്നതിന് പകരം ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പം കൊള്ളാം, അത് വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ഇങ്ങനെ താഴെ ഭാഗത്ത് ഒരു ഇതായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റലിൻ്റെ ബാംഗിൾസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു സുഖമാണ്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് മെറ്റലിൻ്റെ വളയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് വള ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഒട്ടിച്ചപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറേ ബാംഗിൾസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു വേറെ ബാംഗിൾസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ വിചാരിച്ചു ജൂട്ടൊക്കെ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യില്ല, അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അത്ര ഒരു ഈസി അല്ല. കാരണം നമുക്കിങ്ങനെ കയറൊക്കെ പിരിച്ച് ഇങ്ങനെ ഒട്ടിക്കുന്ന പോലെ അത്രയ്ക്ക് സ്മൂത്തായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല, കാരണം കുറച്ചൊരു മെറ്റൽ ടൈപ്പ് അല്ലേ. എന്നാലും ഞാൻ ഏകദേശം ഒരു 2 വള എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ കുറച്ച് ബാക്കിയുള്ളത് 1-2 കമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ പുറകുള്ളതൊക്കെ പോയിട്ടും പിന്നെ കുറേ പഴയതാണ് കേട്ടോ, എന്നത്തെ സംഭവമാണെന്നും കൂടെ എനിക്ക് ഓർമ്മയില്ല. അത് നല്ലൊരു ഫ്ലവർ ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു കമ്മലുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരു പഴയതുള്ളതൊരു നെറ്റിച്ചുട്ടി ഉണ്ടായിരുന്നു. കുറേ പഴയതാണ്. ഇതുപോലെ മുമ്പ് എപ്പോഴോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തോ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തതിൻ്റെ എന്തോ ആണ്. അപ്പോൾ അത് ഞാൻ കളറൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു നെക്കിൻ്റെ സൈഡിൽ വെച്ചപ്പോൾ കൊള്ളാം. നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു നെറ്റിച്ചുട്ടി അതിൻ്റെ ഒരു കുറവും കൂടെ വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് കൊള്ളാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ആ ഒരു മാലയിൽ ഇങ്ങനെ കുറച്ച് ചെറിയ കുറച്ച് മുത്ത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ആ ഒരു നടുക്ക് ഒട്ടിച്ചതിന് ചുറ്റും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഒട്ടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു പാടായിരുന്നു. ഭയങ്കര കുഞ്ഞായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു പൊസിഷനിലൊന്നും നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറേ എൻ്റെ കയ്യിലുള്ള അവിടെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കയ്യിലുള്ള പഴയ ഫാൻസി ഐറ്റംസൊക്കെ എല്ലാം അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയല്ല ഇതിനേക്കാളും കുറേ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ ബ്രേസ്ലെറ്റും കുറേ കമ്മലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഒട്ടിച്ചെടുത്താലും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും അങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഇനാമൽ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ടും നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മളിപ്പം ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈമൊക്കെ എടുക്കും. എന്നാലും ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വളയും മാലയൊക്കെ ഇപ്പം ഒരുപാട് കളറൊക്കെ പോയി ചീത്തയായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു ലുക്ക് തന്നെയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിലിൽ ഇപ്പോൾ നെറ്റിച്ചുട്ടിയും കമ്മലും വളയും മാലയൊക്കെ ഇട്ട് നല്ലൊരു കല്യാണപ്പെണ്ണിനെ പോലെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിനെ കുറച്ചും കൂടെ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ചൊരു മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ആ ഒരു ബാംഗിൾസിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ബീഡ്സ് ഒട്ടിച്ചിട്ട് നടുക്ക് മാത്രം ഒന്ന് ഒട്ടിച്ചപ്പോൾ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇത് തന്നെയാണെന്ന്. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ബാംഗിൾസിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഞാനിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ അവിടെ ബ്ലാക്ക് ആയിട്ട് തന്നെ അങ്ങ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ഒരു ബീഡ്സും പിന്നെ നടുക്ക് വെച്ചിട്ടുള്ള ഒരു വലിയ ബീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ മാത്രം ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഈ ബാംഗിൾസിൻ്റെ നടുക്ക് ഭാഗം മാത്രമാണ് ഇങ്ങനെ ഡാബ് ചെയ്യാത്തത് ഗോൾഡൻ വെച്ചിട്ട്. ബാക്കി എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ബോട്ടിൽ നല്ലൊരു ആൻറ്റിക് ലുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്കും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഗോൾഡ് കൂടെ വന്നിട്ട് നല്ലൊരു പഴമയുടെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അതുപോലെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കമ്മൽ ഒരു നെറ്റി ചുറ്റിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ടുണ്ട് നമ്മളൊരു ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ ബോട്ടിൽ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ ബാംഗിൾസും പിന്നെ അതിൽ നിറയെ ഇങ്ങനെ ബീഡ്സും ചെയ്ത് കൊടുക്കുക അത്രയൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാംഗിൾസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് എടുക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായി. ഇങ്ങനെ നടുക്ക് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗി തന്നെയായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ആ ഒരു ഡാബ് ചെയ്തൊക്കെ ഗോൾഡൻ ടച്ച് കൊടുത്തപ്പോൾ അതിലിങ്ങനെ നടുക്ക് ഭാഗം ഇങ്ങനെ ബ്ലാക്ക് ആയിരുന്നപ്പോഴാണ് കുറച്ചുകൂടി എനിക്കൊരു ഭംഗി തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല, അവിടെയും കൂടി ഡാബ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ആ ഒരു ഗോൾഡ് വെച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബോട്ടിലിന് കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ വാർണിഷ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വാർണിഷൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. ഞാനങ്ങനെ അത് ഇളക്കി ഇങ്ങനെ അത് യൂസ് ചെയ്യാറാണ് പതിവ്. ഇനി അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ജെല്ല് ടൈപ്പായിട്ടാണ് ഇങ്ങനെ വരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് പിന്നീട് എപ്പോഴെങ്കിലും വാർണിഷ് വാങ്ങിക്കുന്ന സമയത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആർക്കെങ്കിലും ഈ വാർണിഷ് ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ അത് നന്നാക്കി എടുക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ബോട്ടിൽ നമുക്കിങ്ങനെ മുഴുവനായിട്ടൊന്നും ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല. പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്നിങ്ങനെ അടിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു ലുക്ക് തന്നെയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ വേസ്റ്റാക്കി കളയുന്ന കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ബാംഗിൾസും അതുപോലെ ആ ഒരു ബീഡ്സൊക്കെ ഒട്ടിക്കുന്നതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ആ ഒരു ബാംഗിൾസ് റിങ്ങൊക്കെ വെക്കുന്നത് ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ തോന്നിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ആ ഒരു നെറ്റിച്ചുട്ടി ഞാൻ എവിടെ ഒട്ടിക്കുന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ഇഷ്ടമായി. പിന്നെ അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഭാഗം ഞാൻ ആ ഒരു മെറ്റാലിക്കിൻ്റെ ഒരു വള വെച്ചിട്ട് നമ്മൾ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അത് ഞാൻ തീരെ ഒരു ആലോചിക്കാത്ത കാര്യമാണ്. അവസാന നിമിഷം ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് കളറൊക്കെ പോയിട്ട് ഇങ്ങനെ ബീഡ്സൊക്കെ പോയി അങ്ങനെ ചീത്തായി പോയിട്ടുള്ള ഫാൻസി ഐറ്റംസൊക്കെ ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ഓർണമെൻറ്റ്സ് പോലത്തെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ ബോട്ടിൽ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു ബ്രൈഡിനെ പോലെയാണ് തോന്നുന്നത്. കാരണം നല്ലൊരു ഗോൾഡ് അതുപോലെ ഗോൾഡ് ഡ്രസ്സൊക്കെ ഇട്ട് അതുപോലെ ഗോൾഡ് ബാംഗിൾസും അതുപോലെ റിങ്ങും പിന്നെ കമ്മലും അതുപോലെ ആ ഒരു നെറ്റിച്ചുട്ടിയും കൂടെ ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അത്രക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്.
പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ആരും ചെയ്യാത്ത നല്ലൊരു ഐഡിയ ആയിട്ടാണ് നമ്മളൊരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം കയ്യിൽ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആൻറ്റിക് ബോട്ടിലായിരുന്നു ഇത്. ഷട്ടിൽ കോക്കൊക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ കുറച്ച് വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഞാനത് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. ഈ ഒരു ബോട്ടിൽ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം നിങ്ങളെ കയ്യിലുള്ള ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. എന്തെന്നാൽ ഇതിനേക്കാൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുക. നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങും സീഡ്സൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു തന്നെയല്ലേ വരുള്ളൂ. പക്ഷേ ഈ ഒരു ഫാൻസി ഐറ്റംസ് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള ഫാൻസി ഐറ്റംസ് എന്തായാലും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണാനും നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഓരോ മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഐഡിയ ആയിട്ട് ഇങ്ങനെ ഓരോ ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അത് സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും അത് ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഇടാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. ഫെബ്രുവരി 24 ബർത്ത്ഡേ ആഘോഷിച്ച വിജിക്കും അതുപോലെ ലില്ലിക്കും, പിന്നെ അന്ന ഡെന്നീസ്, ദുർഗ പ്രദീപ്, അഭിരാമി രാജു, പിന്നെ ആർദ്രയുടെ ഫ്രണ്ട്സായ ഷാദിയ, അഞ്ജലി, പ്രവീണ, അഞ്ജന, നന്ദന, അതുല്യ, അഭിജിഷ, ഗോപിക കൃഷ്ണൻ, ഗോപിക എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും അതുപോലെ ഫേസ്ബുക്കിലേക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേജാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചില സമയത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.